ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വരുന്നു. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം മിക്കവാറും കുറച്ച് ആൾക്കാർ എന്നോട് പറയാൻ കേട്ടു, നമുക്ക് ജിമ്മിലോട്ട് വരണം, ഈ ആയോധന കല, കുംഫു ആയാലും കരോട്ടെ ആയാലും ഇതിലേക്ക് വന്നാൽ ഒരു പ്രായം ഒരു വിഷയമല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജിമ്മിൽ വരുന്ന ഒരാൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ട് പ്രായമേ ഒരു വിഷയമല്ല. 50 ആയാലും 60 ആയാലും 70 ആയാലും നിങ്ങൾക്ക് എപ്പോഴാണോ വരാൻ തോന്നുന്നു ആ സമയത്തെല്ലാം വരാൻ ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതിന് ഒരു പ്രത്യേകിച്ച് ഒരു വയസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മനസ്സാണ്, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വരാം. പിന്നെ കുറച്ച് പേര് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം ജെൻസ് ആയാലും ശരി ലേഡീസ് ആയാലും ശരി പറയുന്ന ഒരു കാര്യമാണ്, സമയം കിട്ടുന്നില്ല. ഈ ലേഡീസിനായാലും ജെൻസിനായാലും 2 മണിക്കൂർ 2.5 മണിക്കൂർ ഫോണിൽ സമയം കളയാൻ വേണ്ടിയുണ്ട്. ജിമ്മിലേക്ക് വരാൻ സമയം നിങ്ങൾ ഒരു തവണ ജിമ്മിൽ വന്നൊരു എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലും മാത്രമേ നിങ്ങൾക്കത് എന്താ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ജിമ്മിലേക്ക് വന്ന് വരണം. പിന്നെ ജിമ്മിലേക്ക് വരുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജിമ്മ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തൊരു 4-5 ജിമ്മ് കാണില്ല, ആ 4-5 ജിമ്മിൽ ഫസ്റ്റ് പോകണം. എന്താ ഈ പറയാൻ കാരണം പറഞ്ഞാൽ, ഈ തുടക്കത്തിൽ നമ്മുടെ ജിമ്മിലല്ല ബാക്കിയുള്ള ജിമ്മിലൊക്കെ ആൾക്കാർ വരും, 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കുന്നില്ല, ശരിയാവുന്നില്ല, നിർത്തിപ്പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ 4-5 ജിമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾ അടുത്ത് 4 ജിമ്മുള്ള ആ ജിമ്മിലേക്ക് നിങ്ങൾ ഫസ്റ്റ് പോവുക. അപ്പം അവിടെ ചെന്ന് കുറേ ജസ്റ്റ് കാണാൻ വേണ്ടി അഡ്മിഷൻ എടുക്കാനാണ് പറയുക, കാര്യങ്ങളൊക്കെ കാണുന്നു. ഫസ്റ്റ് എന്താ പറയുക, അപ്പം അവിടുത്തെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ട്രെയിനർ ആയാലും ശരി അവിടുത്തെ ഓണർ ആയാലും ശരി, ഭയങ്കര അത് തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല, മെഷീനിലെ റോപ്പിൻ്റെ അകത്ത് 50 കിലോ കൂടുതൽ വലിക്കാൻ പാടില്ല, അത് അങ്ങനെ ആ സാധനം ഇങ്ങനെ വെക്കണം, ഇത് എടുക്കുന്നിടത്ത് വെക്കണം, ഡമ്പർ എടുത്ത് അങ്ങോട്ട് വെക്കരുത്, മെഷീൻ്റെ അകത്ത് ചെറുതായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ മെഷീന് 100 കിലോയുടെ റോപ്പാണെങ്കിൽ ആ 100 കിലോ വലിക്കരുത്, 50 കിലോ വലിക്കണം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയുള്ള ജിമ്മുകളൊന്നും പോകരുത്. പിന്നെ രണ്ടാമതുള്ള ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ ആവശ്യമില്ലാതെയും നമുക്ക് വേണ്ട ട്രെയിനർ വേണ്ട എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ വന്നിട്ട് അതങ്ങനെയല്ല, ഇതിങ്ങനല്ല, ഇതിങ്ങനെ പിടിച്ച് ചെയ്യണം, അങ്ങനെ പിടിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജിമ്മിലൊന്നും പോകല്ല. ഫസ്റ്റ് നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരിക്കണം ജിമ്മിൽ. നമ്മൾ വന്നു കാര്യം പറയാൻ വേണ്ടി വരരുത്, നമ്മൾ വരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യത് നമുക്ക് ചോദിക്കാം, വേണ്ട നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം, ഞാനത് ചെയ്തോളാം എങ്കിൽ ഓക്കെ, അങ്ങനെ പറയാനൊരു ജിമ്മായിരിക്കണം. എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് മെഷീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡമ്പൽ ഈ പറയുന്ന സ്പോട്ടിൽ തന്നെ പെതുക്കെ വെക്കാൻ നോക്കത്തില്ല, ചിലപ്പോൾ ഇച്ചിരി ഹാർഡായിട്ടൊക്കെ വെക്കാൻ നോക്കത്തില്ല. അപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മുടെ ജിമ്മിലാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പുള്ളിക്കാരനും ഒന്നും പറയുന്നില്ല, ട്രെയിനറും ഒന്നും പറയുന്നില്ല, ഓണറൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല. ഇത് നമുക്ക് വേറെ ജിമ്മിലൊക്കെ പോയി നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സോടൊന്നും പഠിക്കുകയുള്ളൂ, ഇത് വേണ്ട, ജിമ്മിലൊന്നും വേണ്ട, ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ചെറുപ്പക്കാരായിട്ട് കുറേ ആൾക്കാർ ഈ പൊടിയും സിറിഞ്ചും ഇതുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വഴിയേറ്റ് പോകുന്നുണ്ട്. അപ്പം അവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റിയൊരു മേഖലയാണ് ഈ ആയോധന കലയായാലും ശരി ജിമ്മായാലും ശരി. അപ്പം നിസ്സാര പൈസയേ ഉള്ളൂ, 10,000 1000 വലിയ ജിമ്മാണെങ്കിൽ 1500 2000 രൂപ ഫീസൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫീസ് കൊടുത്ത് എല്ലാവരെയും ഈ മേഖലയിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ വേണ്ടി രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മൈൻഡൊക്കെ ഒന്ന് മാറും, എല്ലാവരും ഒന്ന് റീഫ്രഷ് ആവും. അപ്പം അതും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ അടുത്തുള്ള ജിമ്മിലും ദൂരെ വേണ്ട, ജെൻസിനായാലും ശരി ലേഡീസിനായാലും ശരി, അടുത്തുള്ള ഇപ്പോൾ ജിമ്മിൽ തന്നെ വിടണമെന്നില്ല, ഏതായാലും ശരി, ഏത് മേഖലയായാലും ശരി, കരോട്ടെ ആയാലും കുംഫു ആയാലും ബോക്സിംഗ് ആയാലും, അപ്പോൾ അതിലേക്ക് പിള്ളേരെ വിടുന്നതായാലും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി വളരെ ഉപകാരപ്പെടും. പിന്നത്തെ ഒരു കാര്യം, അപ്പോൾ ഇങ്ങനെ ഒരു ജിമ്മ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പകുതി ഓക്കെ എപ്പോഴും വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണും. പിന്നെ നിങ്ങൾ ജിമ്മിൽ ഇപ്പോൾ തുടക്കക്കാരാണ്, നിങ്ങൾ ഫസ്റ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു ദിവസം വന്നു, നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് പെയിനാണ്, അതാണ് നിങ്ങൾ പെയിനായാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്ക് വയ്യ ഉണ്ടെങ്കിൽ ശരി, ജിമ്മിൽ വന്നിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് തിരിച്ചു പോകും. നിങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷേ ജിമ്മിൽ വന്നിട്ട് ഇത് കുറച്ച് നേരം 5 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകും. അപ്പം നിങ്ങൾക്ക് ടയർഡാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് വയ്യായെങ്കിലും നിങ്ങൾ ജസ്റ്റ് ജിമ്മിൽ വരെ വന്നിട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഇതിപ്പം ജിമ്മിലേക്ക് ഇനി എപ്പോഴാണ് വരുന്നത്, ആഹാരം കഴിച്ചതിന് ശേഷമാണ് വരുന്നത്, അത് കഴിക്കുന്നതിന് മുമ്പ് വരണം, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാറില്ലേ, അതുപോലെയൊക്കെ തന്നെ. പക്ഷേ ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ട് ചിലപ്പം ജിമ്മിലേക്കാണ് ശരി എന്തെങ്കിലും ആണെങ്കിൽ വെയിറ്റോ കാര്യങ്ങളോ പുഷപ്പോ കാര്യങ്ങളൊക്കെ എടുക്കും വോമിറ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്
ഒരു സമയം നമ്മൾ ആ ഒരു സമയം, അപ്പം നിങ്ങൾക്ക് ഏത് സമയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എപ്പോഴൊക്കെ ഫോൺ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ നോക്കുന്ന സമയം എപ്പോഴാണോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ജിമ്മിൽ വരാം. ജിമ്മിൽ തുറക്കുന്ന സമയത്ത് രാവിലെ തുറന്ന് 10 മണി വരെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 4 മണി കഴിഞ്ഞിട്ട് 10 മണി വരെ ഉണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങൾ എപ്പം വേണമെങ്കിലും വരാം. അപ്പം നിങ്ങൾ ഇതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഫോൺ മാറ്റി വെക്കുക, നേരെ ഏതെങ്കിലും ജിമ്മിലേക്കാണ്, ജിമ്മിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മളെപ്പോഴും പത്രത്തിലായാലും ശരി ടി വിയിലായാലും കാണുന്ന സിറിഞ്ചായാലും ശരി കല്ലായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പിള്ളേരിങ്ങനെ വഴിതെറ്റി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം മാതാപിതാക്കളോട് ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാം. കുറേ കുട്ടികളെയും കൊണ്ട് നമുക്ക് ജിമ്മിലായാലും ശരി സ്പോർട്സിലായാലും ശരി കുറച്ച് പിള്ളേരെയൊക്കെ ഇറക്കാൻ വേണ്ടി നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി വരും. പിന്നെ ജിമ്മിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നതാണ് എന്താണ് അവിടെ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരാഴ്ച നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഒരാഴ്ച വരിക, വാമപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ വാമപ്പ് ചെയ്യാൻ ജിമ്മിൽ തന്നെ വരണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തുടങ്ങാം. അപ്പോൾ വാമപ്പ് ചെയ്യേണ്ടതാണ് നമുക്കൊരു വാമപ്പ് ഒരു 10-50 വാമപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു 2-3 ഞാൻ കാണിക്കാം, 2-3 ഒരു 10 ഞാൻ കാണിക്കാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ അത് വാമപ്പ് ചെയ്യുക. അപ്പോൾ ഏത് ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് വാമപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പുഷപ്പ് അടിക്കാൻ നോക്കുന്നു, പുഷപ്പ് അടിക്കുക. കുറച്ചൊരു 1 മന്ത് വരെ ഈ ഒരു റൊട്ടേഷനിൽ പോവുക. പുഷപ്പ്, വാമപ്പ്, ഇങ്ങനൊരു സെറ്റപ്പിൽ പോവാം. പിന്നെ ചിന്നപ്പ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് വാമപ്പ് എല്ലാവരും ചോദിക്കുന്ന വാമപ്പ് എങ്ങനെയാണ്, ജസ്റ്റ് അത് നമുക്കൊന്ന് ചെയ്യാം. ഒരു 10 ഞാൻ ചെയ്ത് കാണിക്കാം. ഹോൾഡ് ആൻഡ് റിലീസ്. ഇങ്ങനെ ഫുള്ള് ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം മെല്ലെ വന്നിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു 10 തവണ, ഒരു 3 എല്ലാം 3 തവണ. ബ്രീത്തിങ് മാത്രം ഒരു സെറ്റ്, ബാക്കിയെല്ലാം 3 വെച്ച് ചെയ്യണേ. ബ്രീത്തിങ് മാത്രം ഒരു സെറ്റ് മാത്രം ചെയ്തിട്ട് ഒരു 3 സെറ്റ് വെച്ച്. സെക്കൻഡ് കൈ ഇങ്ങനെ പിടിക്കുന്നു. 1 2 3 4 5 ചെറുതായിട്ട് ക്ലാപ്പ് ചെയ്ത് പോകും. ചെറുതായിട്ട് 6 7 8 9 10 11 12. എല്ലാം 12 വെച്ചിട്ടാണ്. എല്ലാം 12 വെച്ചിട്ട് 3 റെപ്പ് വെച്ചിട്ട് എല്ലാം 3 സെറ്റ് ചെയ്യണം. 3 സെറ്റ് വെച്ച് മാക്സിമം. അപ്പോൾ 2 മൂന്നാമത്തത് 1 2 3 4 4 നാലാമത്തത് 1 2 3 4 1 2 3 4. അത് 12 തവണ. അടുത്തത് 5 ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 1 2 3. ഏത് ചെയ്താലും നമ്മൾ റിവേഴ്സ് ചെയ്ത് ഓപ്പോസിറ്റ് ചെയ്യണം. ഇതൊരു 12 തവണ ചെയ്യണം. അതിനുശേഷം വീണ്ടും 1 2 3 4 5 6 7 8 9 10 11. അതിനുശേഷം വീണ്ടും റിവേഴ്സ്. ഇതായി മാക്സിമം ടോപ്പ് വരെ 1 2 3 4. ഇതോ അങ്ങനെയാണ്. അതോ നേരെ 1 2 3 4 5 6 7 8. ഇത് ഒന്നും നിർത്താതെ ചെയ്യണം, കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. ഇത്രയും വാക്ക് നിർത്തുക ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം. അടുത്ത് 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. അടുത്ത ഹിപ്പിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. ചെയ്തതിൻ്റെ റിവേഴ്സ് 1 2 3 4 5 6 7 9 10 12. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 12. റിവേഴ്സ് 1. ഏത് ചെയ്താലും അതിൻ്റെ റിവേഴ്സ് ചെയ്യണം. 1 2 4 6 7. അതിനുശേഷം അടുത്ത കാലം 1 2 3 4 5 6 8 9 10 11 12. അടുത്ത കാലം റിവേഴ്സ് 5 6 7 8 9 10. അടുത്ത 1 2 3 4 5 7. അടുത്തത് നിങ്ങൾ 1
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അടുത്ത് 40 കഴിഞ്ഞ് 1, 2, 3, 4, റിവേഴ്സ് 1, 2, 6, വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അടുത്തത് 1, 2, 3, 4, 5, 6. അടുത്തത് ചെയ്യുന്നു. അതിനുശേഷം കൈ പിടിക്കുന്നു. 1, 2, 3, 4, 5, 6. എല്ലാം 12 വെച്ചിട്ട് അടുത്തത് 1, 2, അത് 12 വെച്ച്. അപ്പോൾ അടുത്ത് ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്തിരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9. മെല്ലെ ചെയ്യണം. അതിനുശേഷം മാക്സിമം ബാക്കി വെക്കുക. 2, 3. നമുക്ക് എത്രയാണോ നോക്കാൻ അത്രയും മാക്സിമം ബോഡി സ്ട്രേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് 1, 2, 3, 4. അത് അങ്ങനെ തന്നെ അടുത്ത് ഫുൾ അടുപ്പിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. വീണ്ടും 1, 2, 3, 4, 5, 6, 7, 12. അതിനുശേഷം വീണ്ടും കൈ ഇങ്ങനെ ഇരിക്കുന്നു. ഫുള്ളിരിക്കണം. ഫുള്ള് ഇരുന്നിട്ട് കാല് ഫുള്ള് നോക്കണ്ട. ഈ എൽ ഷേപ്പ് വരുമ്പോൾ നിർത്തണം. അത് 50 ആകുമ്പോൾ 50 ആകും നിർത്തണം. 50. അത് കാല് ഫുള്ള് നോക്കരുത്. ഇങ്ങനെ ഇരിക്കണം. ഫുള്ള് ഇരുന്നിട്ട് ഇത്രയും മാറും. ഈ ഒരു എൽ ഷേപ്പ് മാറും. നമ്മൾ കാണിക്കാം. ഇത് 50. അപ്പോൾ ഇത്ര ഉള്ളൂ വാങ്ങും. മിക്കവാറും ഉള്ളവരൊക്കെ ജിമ്മിൽ വന്നിട്ട് ജസ്റ്റ് വന്ന് ഡംബൽസ് ആയാലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്ന എല്ലാവരും ഫസ്റ്റ് വാമപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജിമ്മിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ തുടക്കം ഇത്രയും ചെയ്താൽ മതി. വാമപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഡംബലോ മെഷീനറീസോ ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് നിങ്ങൾ ഈ ഡംബൽസ് ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് നിങ്ങൾ വാമപ്പ് ചെയ്യുന്നു. വാമപ്പ് ചെയ്തിട്ട് പുഷപ്പ് ചെയ്യും. പുഷപ്പ് നിങ്ങൾക്കൊന്ന് സ്റ്റാൻഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡെസ്കിലോ ബെഞ്ചിലോ കൈ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുക. അപ്പം മിക്കവാറുള്ളവരൊക്കെ പറയുന്നത് വലിയ പാടുള്ള സംഭവങ്ങളൊന്നുമല്ല, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വരണം. അപ്പോൾ കുറച്ച് ആൾക്കാർ പറയുന്നതും സമയം കിട്ടുന്നില്ല, എങ്ങനെയാണ് ജിമ്മിൽ വന്നാൽ ഫസ്റ്റ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.